അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഇന്നത്തെ ഈ കാലത്തിൽ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ സാക്ഷരതയുണ്ടെന്നല്ലേ പറയപ്പെടുന്നത്. എന്തോ സാക്ഷരത ഇവിടെ? ഇവിടെ ഒരു 4 അക്ഷരം പഠിച്ചുകൊണ്ട് സാക്ഷരതയാവൂ? അതല്ല സാക്ഷരത എന്ന് വേണ്ടത്. ഈ ലോകത്ത് ജീവിക്കാൻ, ഈ മോഡേൺ ഏജിൽ ജീവിക്കാനുള്ള ഒരറിവാണ് സാക്ഷരതയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അല്ലാതെ ഈ നമ്മൾ ഒരു 4 അക്ഷരം പഠിച്ചാൽ, അല്ലെങ്കിൽ മലയാളത്തിന് 56 അക്ഷരവും ഇംഗ്ലീഷിലെ 26 അക്ഷരവും പഠിച്ചു കഴിഞ്ഞാൽ സാക്ഷരതയൊന്നും ആവുന്നില്ല. അതൊന്നും സാക്ഷരതയല്ല. സാക്ഷരത എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഇന്നത്തെ കാലത്ത് എങ്ങനെ ജീവിക്കണം എന്ന് മനസ്സിലാക്കി എടുക്കുന്നതാണ് സാക്ഷരത. അതായിരിക്കണം വിദ്യാഭ്യാസം. അല്ലെങ്കിൽ നമുക്ക് സാക്ഷരത ഉണ്ടെന്ന് എന്തോ പറയുന്നത്? പേരെഴുതാനും വായിക്കാനും അറിഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇത് പണ്ട് മുതലേ ഉള്ള സംഭവമാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ചാത്തൻ സേവ എന്നൊക്കെ പറഞ്ഞ മഠങ്ങൾ എത്രയോ എണ്ണമുണ്ട്. നമ്മൾ ആ തൃശ്ശൂർ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. എത്ര ചാത്തൻ സേവാ മഠങ്ങളുണ്ട്! ഒരുപാടെണ്ണം നമുക്ക് കാണാം. ഇതെല്ലാം ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ ഇതിനെയൊക്കെ നിരോധിക്കേണ്ടതും ഇതൊക്കെ തല്ലിപ്പൊളിച്ച് ദൂരെ കളയേണ്ടതുമായിട്ടുള്ള കാലം കഴിഞ്ഞില്ലേ? ഈ പുരോഹിതരെന്ന് പറയുന്ന ഓരോ വർഗത്തിലെയും പുരോഹിതർ നടത്തുന്ന ചില ഇടപാടുകൾ, മന്ത്രവാദങ്ങൾ, അതേപോലുള്ള ഇതുപോലെ ഈ ഭ്രാന്തൊക്കെ വരുന്ന, അതായത് ഈ ഒരുപാട് ഭ്രാന്തിൻ്റെ ഒരുപാട് അവസ്ഥകളുണ്ട്. മനുഷ്യന് ഒരുപാട് അവസ്ഥകളുണ്ട്. ഈ ഭ്രാന്തിൻ്റെയൊക്കെ ആരംഭത്തിലുമൊക്കെ എന്തെന്നറിയോ, അതിനെ മാനസിക രോഗാശുപത്രി കൊണ്ട് ചികിത്സിക്കുന്നതിന് പകരം നേരെ കൊണ്ടുപോയി വല്ല മുസ്ലിയാക്കന്മാരെടുത്തോ വല്ല പൂജാരിമാരെടുത്തോ അല്ലെങ്കിൽ ഇതേപോലെ വല്ല മറ്റ് ഇപ്പോൾ ക്രിസ്ത്യൻ പുരോഹിതരെടുത്തോ അച്ഛന്മാരെടുത്തോ സുവിശേഷം നടത്തുന്നവരെടുത്തോ ഒക്കെ കൊണ്ടുപോകും. ഇവരുള്ള കോലാഹലങ്ങളും ഒക്കെ കാണിച്ച് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഉള്ള പണമൊക്കെ ഇവരുടെ നിന്ന് വാങ്ങിയെടുക്കും. അവസാനം ഈ രോഗം മൂർച്ഛിക്കും. സ്കിസോഫ്രീനിയൊക്കെ ഉണ്ടാകുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ജീവിത രീതി തന്നെ അവരെ ക്രമീകരിച്ച് നമുക്ക് ശരിയാക്കാവുന്നതാണ്. ആയുർവേദത്തിൽ യഥാർത്ഥത്തിൽ നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിന് മാറും. ആ അസുഖം മാറ്റിയെടുക്കുന്നത് പോലുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ആയുർവേദത്തിലൊക്കെ അവൈലബിൾ ആണ്. അതൊന്നും ചെയ്യാതെ അതിന് പകരമായിട്ട് ഇതേപോലുള്ള ആളുകൾ എടുത്ത് കൊണ്ട് കൊടുക്കും. അവർ കുറേ പൂക്കളും അതും ഇതുമൊക്കെ സംഘടിപ്പിച്ച് പൂജയും അതും ഇതുമൊക്കെ നടത്തി യക്ഷിയെ ആവാഹിക്കുന്നെന്നും അതും ഇതുമൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഉള്ള പണം മുഴുവൻ ഇവരുടെ ഇത് പിടുങ്ങും എന്നുള്ളതല്ല. അങ്ങനെ പിടുങ്ങുന്ന കേന്ദ്രങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതേപോലെ പണം വാങ്ങിയെടുക്കുന്ന ഈ സ്ഥാപനങ്ങളായാലും വ്യക്തികളായാലും അവർ നടത്തുന്നത് ഏറ്റവും വലിയ ഒരു പാതകമല്ലേ അവർ നടത്തുന്നത് സമൂഹത്തോട്. കാരണം ഈ അസുഖം വരുന്ന ആളിനെ അവർക്ക് കൂടുതൽ അസുഖം അഗ്രവേറ്റ് ചെയ്യാനുള്ള ഇടപാടുണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ട്. അവരുടെ പോക്കറ്റിലേക്ക് ഈ പണം വരിക എന്നുള്ളതാണ് അതിൻ്റെ പ്രയോജനം. അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ഇത് ഇത്രയും വലിയ, അതായത് ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിക്കുന്നതിന് തുല്യമല്ലേ ഇത്? ഇതൊരു റോബറി മോഡലാണ്, എക്സ്റ്റോർഷൻ റോബറി. അത് തെറ്റിദ്ധരിപ്പിച്ച് ഇത് വാങ്ങിയെടുക്കുക. എന്നിട്ട് ഇവരെ ശാരീരികമായി ധാരാളം ഉപദ്രവിക്കും. ചാട്ട വെച്ചൊക്കെ അടിക്കും, ദേഹം മുഴുവൻ പൊട്ടിക്കും. അതിനിടയിൽ പലപ്പോഴും പീഡനങ്ങൾ സ്ത്രീകളെ അതും അനുഭവിക്കേണ്ടതായിട്ട് വരും. ലൈംഗികമായ പീഡനങ്ങൾ. കാരണം ഇതൊക്കെ ഈ ചെയ്യുന്നവന്മാരെന്ന് പറഞ്ഞാൽ യവന്മാരൊക്കെ മഹാവൃത്തികെട്ടവന്മാരാണ്. അവരിങ്ങനെയുള്ള പണികളും എല്ലാം നടത്തും ഇതിൻ്റെ ഇടയിൽ. ഇത് നമ്മൾ ഒരുപാട് കാണുന്നതല്ലേ, കണ്ടാൽ പഠിക്കും ആളുകൾ. വീണ്ടും ഇതുപോലെ വിവരം കെട്ടവന്മാരെടുത്തോണ്ട് കൊണ്ടുപോകും. അപ്പം ഈ വിവരമില്ലാത്ത ആളുകളുള്ളപ്പോൾ നമുക്ക് സാക്ഷരത ഇതെന്ന് നമ്മൾ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? സാക്ഷരത ഇതൊന്നും ഇല്ല ഇവിടെ. അതൊന്നും അല്ല. സാക്ഷര കേരളം എന്ന് പറയാൻ പാടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം.